ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഓണം സ്പെഷ്യലായിട്ടും അതുപോലെ തന്നെ കേരള സ്റ്റൈൽ സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവം കൂടിയാണ് അവിയൽ. അപ്പോൾ അവിയൽ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ അവിയലിനുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത പച്ചക്കറികൾ ചേന, കുമ്പളം, ക്യാരറ്റ്, പയറ്, പച്ചക്കായ, മുരിങ്ങക്കായ, കൈപ്പങ്ങയാണ് എടുത്തിട്ടുള്ളത്. കൈപ്പങ്ങ മാത്രം നമ്മൾ വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു കഷ്ണം കൈപ്പങ്ങ, അതായത് അരിഞ്ഞെടുത്ത ശേഷം ഒരു പിടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ പച്ചക്കറികളും നമ്മൾ ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി വെച്ച പച്ചക്കറികളെല്ലാം നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അവിയൽ തയ്യാറാക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തു. ഇനി പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കൂടുതലായിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കഷ്ണങ്ങളെല്ലാം വെന്ത് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പച്ചക്കറികളെല്ലാം വേവിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അവിയൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, അതോടൊപ്പം എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അവിയലിലേക്ക് വേണ്ടത് തൈരാണ്. ഒരു പാക്കറ്റ് തൈര് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണ്. ഒരു പാക്കറ്റ് തൈര് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കാം. നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനാവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. അവിയലിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ എരിവില്ലാത്ത മുളക് നമ്മൾ ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ആ എരിവ് ഇതിൻ്റെ മുന്നിട്ട് നിൽക്കും. കൂടുതൽ എരിവില്ലാത്ത മുളകാണെങ്കിൽ നമുക്ക് ആ മുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും. നമ്മളിവിടെ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കറിവേപ്പിലയും പച്ചമുളകും ചതയ്ക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ എരിവുള്ള മുളക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല, എരിവായിരിക്കും മുന്നിട്ട് നിൽക്കുക. ജാറിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയത്, പച്ചമുളക്, കറിവേപ്പില, എന്നിട്ട് അതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുക. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ ഇത് ചതച്ചെടുത്താലും ജാറിൽ ചതച്ചെടുക്കുന്നതിനേക്കാളും ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ചതച്ചെടുത്ത നാളികേരം എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളിത് പച്ചക്കറികളെല്ലാം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയെടുക്കുന്ന സമയത്ത് കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് പതിയെ മാത്രം അത് ഇളക്കുക. ഇളക്കാതെ നമുക്ക് രണ്ട് ഭാഗവും പിടിച്ചിട്ട് ഒന്ന് കുടഞ്ഞെടുത്താലും മതി. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഒരു പകുതി മാത്രം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കഷ്ണങ്ങളെല്ലാം ഏകദേശം ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അവിയലിലേക്ക് നമ്മൾ തൈര് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല പുളിയില്ലാത്ത തൈര് തന്നെ തിരഞ്ഞെടുക്കുക. എന്താണെന്ന് വെച്ചാൽ പുളിയില്ലാത്ത തൈരാണെങ്കിൽ നമ്മൾ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വരും. ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് തൈരിലെ വെള്ളം കൂടി ഇറങ്ങുമ്പോൾ അവിയൽ നന്നായിട്ട് തന്നെ കുഴഞ്ഞു പോകും. പെട്ടെന്ന് തിക്കായിട്ട് വരില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ഉടഞ്ഞിരിക്കും. അതുകൊണ്ട് പുളിയുള്ള തൈരാണെങ്കിൽ നമുക്ക് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ അവിയൽ നമുക്ക് തിക്കായിട്ട് കിട്ടും. തൈര് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ആ തൈരിലെ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
നമ്മൾ തൈര് ചേർത്ത് കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ അരപ്പിലും നമ്മൾ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നിങ്ങൾ അവിയൽ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അവിയലിത് നമ്മൾ കഷ്ണങ്ങളൊന്നും വല്ലാതെ തന്നെ ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരപ്പൊന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ചധികം തന്നെ കറിവേപ്പില ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് 2-3 ദിവസമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉപയോഗിക്കാം. കൂടുതൽ വെക്കും തോറും ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരും. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.